നമസ്കാരം. നിങ്ങൾ ആരെങ്കിലുമായിട്ടൊക്കെ ഇഷ്ടത്തിലാണോ? തുടക്കത്തിലൊക്കെ നല്ല പോലെ ഇഷ്ടത്തിലായി, ഇപ്പോൾ ആ ഒരു ഇഷ്ടമില്ല, അകന്നു പോവുകയാണ്, ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് വഴക്കിട്ട് പോകുന്ന അവസ്ഥയിലാണ്. തുടക്കത്തിൽ നല്ല സ്നേഹത്തോടു കൂടി പെരുമാറിയിരുന്നവർ ഇപ്പോൾ കുറ്റങ്ങൾ കണ്ടെത്തി, അതല്ലെങ്കിൽ സമയമില്ല, നേരമില്ല, ഞാൻ തിരക്കിലാണ് എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെ തിരിച്ച് നിങ്ങൾക്ക് പഴയ പോലെ കൊണ്ടുവന്ന് കൂടെ നിർത്തണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ അതിനെന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് അതേപോലെ ചെയ്ത് നിങ്ങൾക്ക് ആ കാര്യം സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഇപ്പം ഇന്ന് പറയാൻ പോകുന്ന കാര്യം, ഇപ്പോൾ സ്നേഹത്തോടെ മുന്നോട്ട് നീങ്ങുന്ന ആളുകളാണെങ്കിൽ പോലും ഇതിൽ പറയുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും ആ വ്യക്തി നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ജീവിതത്തിൽ മുഴുവനായിട്ടും കൂടെ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണിത്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത്, എന്ത് കാര്യം നിങ്ങൾ അങ്ങോട്ട് അന്വേഷിക്കേണ്ട ഒരവസ്ഥ. സുഖമാണോ എന്നും മറ്റുള്ള കാര്യങ്ങൾ എന്തായാലും അങ്ങോട്ട് വിളിച്ചന്വേഷിക്കുക. അങ്ങോട്ട് മെസ്സേജ് ഇട്ടാൽ മാത്രം ഇങ്ങോട്ട് അതിന് റിപ്ലൈ, അങ്ങോട്ട് കോൾ ചെയ്താൽ മാത്രം അതെടുത്ത് സംസാരിക്കുക. ഇങ്ങോട്ട് കാര്യമായിട്ടൊന്നും വിളിയോ സംസാരമോ അതല്ലെങ്കിൽ മെസ്സേജോ ഒന്നും ഒരു അന്വേഷണം പോലും ഇല്ലാത്തൊരവസ്ഥ. നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ചില്ലെങ്കിൽ ഇങ്ങോട്ടൊന്നും ഇല്ലാത്ത അവസ്ഥ. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കണം, ആ ഒരു ബന്ധം അധികം നിലനിന്ന് പോവില്ല. കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ പൂർണ്ണമായിട്ടും നിങ്ങളോടൊരു സ്നേഹമില്ല. നിങ്ങൾ മറ്റെന്തോ കാരണം കൊണ്ട് നിങ്ങളോട് ഈ ബന്ധം നിലനിർത്തി പോകുന്നു എന്നേ ഉള്ളൂ. പിന്നെ രണ്ടാമത് വരുന്നൊരു വിഷയം, നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് തന്നെ തെറ്റുകൾ സംഭവിച്ചാലും അതല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ തന്നെ സംഭവിച്ചാലും എല്ലാറ്റിനും സപ്പോർട്ട് ചെയ്യുന്ന, അതിലെ കുറ്റങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരാത്ത വ്യക്തി. കാരണം എപ്പോഴും നമ്മളോട് എന്ത് തന്നെ ചെയ്താലും ആ ഒരു ഭയങ്കര സ്നേഹം തോന്നിക്കുന്ന രീതിയിൽ നിൽക്കുന്ന വ്യക്തികൾ, അവരെ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്തോ നമ്മളിൽ നിന്ന് അവർക്ക് ലഭിക്കാനുണ്ട്. അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സ്നേഹമുണ്ടാവില്ല. അതല്ലെങ്കിൽ നിങ്ങൾ ഒന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ തെറ്റൊന്നും അവരൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ ഒന്നായതിനു ശേഷം ഈ തെറ്റുകൾ ഓരോന്ന് ആവർത്തിക്കുമ്പോൾ അത് പ്രത്യേകം എടുത്ത് പറയും. അപ്പം നിങ്ങൾക്കത് ഭയങ്കര വിഷമമാവും, അതുമ്പോൾ വഴക്കാവും. കാരണം മുന്നേ ഇതുപോലെ ചെയ്തിട്ട് ഒരു പ്രശ്നമില്ലാത്ത ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ചെയ്യുക, അല്ലെങ്കിൽ ഒന്നായതിനു ശേഷം ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നു, ഇപ്പം എന്നോട് സ്നേഹം കുറഞ്ഞു എന്നാണ്. ഇപ്പം എന്നെ ആ കാര്യത്തിനൊക്കെ വഴക്ക് പറയാൻ തുടങ്ങി. അപ്പോൾ സ്നേഹം കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ അതുമേ പ്രശ്നങ്ങളായി കൂടുതൽ വിഷയങ്ങളിലേക്ക് വന്ന് അത് നിങ്ങൾ അകലാൻ തന്നെ കാരണമാവും. സ്നേഹമുള്ള വ്യക്തികൾ ആ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ എപ്പോൾ കണ്ടാലും നമ്മളെ തിരുത്താൻ ശ്രമിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള വ്യക്തികൾ നമ്മളുടെ കൂടെ അധികം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പിന്നെ മൂന്നാമതായിട്ട് വരുന്ന ഒരു വിഷയം, കുറച്ച് കഴിഞ്ഞാൽ അവരുടെ എന്തെങ്കിലുമൊക്കെ വിഷയം ബുദ്ധിമുട്ടുകളും പറഞ്ഞ് നിങ്ങളിൽ നിന്ന് സാമ്പത്തികമായി എന്തെങ്കിലും സഹായം വാങ്ങിയെടുക്കാവുന്നത് ഒരു പ്രാവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് അതങ്ങനെ നിങ്ങളിൽ നിന്ന് വാങ്ങുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കണം. കാരണം ആ വ്യക്തികൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് അകന്നു പോകും. കാരണം നിങ്ങളിൽ നിന്ന് ഇനി ഒന്നും കിട്ടാനില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകും. അവർ ഈ സാമ്പത്തികവും ശാരീരികവുമായുള്ള ആവശ്യങ്ങൾ മാത്രം മനസ്സിൽ വെച്ച് വരുന്നവരാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്നേഹിക്കുന്ന വ്യക്തിയോട് ആ ഒരു ഒന്നാകുന്നതിന് മുമ്പ് ആ സാമ്പത്തികമായ കാര്യങ്ങൾ അവർ ഇടപെടില്ല. കാരണം അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കും, ഈ ബന്ധം നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട്. ചെറിയ 1-2 പ്രാവശ്യമല്ല, ഇത് തന്നെ സ്ഥിരമാക്കുന്ന ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ ആ ഒരു ആവശ്യത്തിന് മാത്രം നിൽക്കുന്നതാണ്. ഇനി ഈ വക കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്ദി, നമസ്കാരം.